ഈ വരുന്ന ക്രിസ്മസ് റിലീസിന് കേരള ബോക്സ് ഓഫീസിൽ വൻ പോരാട്ടമാണ് പ്രേക്ഷകരെ കാത്തു നിൽക്കുന്നത്. മോഹൻലാൽ ജീത്തു ജോസഫ് ടീമിൻ്റെ നേരും, തെലുങ്കിൽ നിന്ന് പ്രശാന്ത് നീൽ പ്രഭാസ് പൃഥ്വിരാജ് ടീമിൻ്റെ സലാറും, കൂടാതെ ബോളിവുഡിൽ നിന്ന് രാജ്കുമാർ ഹിരാനി SRK ചിത്രം ഡങ്കിയും പ്രദർശനത്തിലെത്തുന്നു. നേരും ഡങ്കിയും ഡിസംബർ 21-നും സലാർ ഡിസംബർ 22-നുമാവും പ്രദർശനത്തിലെത്തുന്നത്. മോഹൻലാൽ ജീത്തു ജോസഫ് ടീമിൻ്റെ നേര് ഒരു കോർട്ട് റൂം ഡ്രാമ ത്രില്ലറായാണ് ഒരുങ്ങുന്നത്. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് സിനിമ നടക്കുന്നത്, അല്ലെങ്കിൽ സിനിമയുടെ കഥ പോകുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വിജയമോഹൻ എന്ന വക്കീലായിട്ടാണ് മോഹൻലാൽ ഇതിലെത്തുന്നത്. കൂടാതെ ജഗദീഷ്, ഗണേഷ്, സിദ്ദിഖ് തുടങ്ങിയവരും ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു. വലിയ ഹൈപ്പിലല്ല ചിത്രം എത്തുന്നതെങ്കിലും ദൃശ്യം 2 പോലെ ഒരു സർപ്രൈസ് ഹിറ്റ് അല്ലെങ്കിൽ ഒരു വലിയ ഹിറ്റ് തന്നെ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ലോ ഹൈപ്പ് എന്തായാലും ചിത്രത്തിന് കൂടുതൽ ഉപകാരപ്പെടും എന്നാണ് ഇപ്പോൾ കരുതുന്നത്. കാരണം വൻ ഹൈപ്പിൽ വന്നാൽ ചിലപ്പോൾ ആ ചിത്രം പ്രതീക്ഷക്കൊത്ത് വന്നില്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടാൻ കാരണവും ആകും. ലോ ഹൈപ്പിൽ തന്നെ ഈ ചിത്രം വരുന്നത് കൊണ്ട് ചിലപ്പോൾ ചിത്രം ഒരു അവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് ചിത്രമായാലും തന്നെ ബോക്സ് ഓഫീസിൽ ചിലപ്പോൾ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ചിത്രത്തിന് സാധിക്കും. സലാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രശാന്ത് നീൽ, പ്രഭാസ്, പൃഥ്വിരാജ് ടീമിൻ്റെ സലാർ വൻ ഹൈപ്പിലാണ് വരുന്നത്. KGF 2-ന് ശേഷം എത്തുന്ന പ്രശാന്ത് നീൽ ചിത്രം എന്ന നിലയ്ക്ക് തന്നെ ചിത്രത്തിന് വലിയ ഹൈപ്പുണ്ട്. എന്തായാലും ഒരു മാസ് റിലീസ് തന്നെയാണ് ഇന്ത്യയിലുടനീളം സലാർ ലക്ഷ്യം വെക്കുന്നത്. മലയാളത്തിൽ നിന്ന് പൃഥ്വിരാജ് ഉണ്ട് എന്നത് കേരളത്തിലും കൂടുതൽ റിലീസിനും കൂടുതൽ കളക്ഷനും ചിത്രത്തെ സഹായിക്കും. KGF 2 പോലെ ഒരു വയലൻസ് മാസ് ആക്ഷൻ പടം തന്നെയായിരിക്കും സലാർ എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. KGF-ലുള്ളതുപോലെ തന്നെ ഒരു ഡാർക്ക് ടോണാണ് സലാറിനും സംവിധായകൻ തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചിത്രം KGF ലെവലിലെത്തുമോ എന്ന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. ട്രെയിലർ വലിയ പ്രതീക്ഷകൾ നൽകുന്നില്ലെങ്കിലും ചിത്രം എങ്ങനെയുണ്ടാകുമെന്ന് ആദ്യം കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. SRK രാജ്കുമാർ ഹിരാനി ചിത്രമായ ഡുങ്കിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ SRK ഫാൻസൊക്കെ കുറേ കാലമായി കാത്തു നിൽക്കുന്ന ചിത്രമാണ് ഡങ്കി. രാജ്കുമാർ ഹിരാനിയുടെ മിക്ക ചിത്രങ്ങളും ബോക്സ് ഓഫീസ് ഹിറ്റാവുകയും ക്രിട്ടിക്കലി അക്ലെയിം കൂടെ ആയ ചിത്രങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ വളരെയധികം പ്രതീക്ഷകളുണ്ട്. എന്തായാലും ഈ ഒരു ബോക്സ് ഓഫീസ് ക്ലാഷിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ? കമൻറ്റ് ചെയ്യുക.